ഹലോ ഹായ്. അടുത്തത് 1.4 അക്കൗണ്ടിംഗ് സൈക്കിൾ, അനാലിസിസ് ഓഫ് ട്രാൻസാക്ഷൻ എക്സെട്ര. ഇത് നമുക്ക് എന്താ പറയുക, ഇപ്പം നമ്മൾ ബേസിക് ആണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ എന്താണോ അക്കൗണ്ട്സ് ചെയ്യുന്നത് ആ സൈക്കിൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും. അല്ല, ഇത് എവിടെയാണ്, എന്ത് തരം ട്രാൻസാക്ഷൻ ആണ്, മോണിറ്ററി ആണോ നോൺ മോണിറ്ററി ആണോ. മോണിറ്ററി ആണെങ്കിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യണം. അല്ല, അതിൻ്റെ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി മെറ്റീരിയാലിറ്റി അനുസരിച്ച് നമുക്ക് അത് അക്കൗണ്ട് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഏതിലാണ് ജേർണലിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് എൻട്രി ചെയ്യും. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഈ ടാലി സാപ്പും അങ്ങനെയുള്ള പല സോഫ്റ്റ്വെയർ വരാൻ നേരത്തേക്ക് ഇതൊക്കെ നടക്കണമാണെന്ന്. പക്ഷെ ഇതൊക്കെ നമ്മൾ ടക്ക് ടക്ക് എന്ന് പറഞ്ഞിപ്പോൾ ടാലിയിൽ എൻട്രി ചെയ്ത ബാക്കി എല്ലാ ഡീറ്റെയിൽസും അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പക്ഷെ ഇത് നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്. എന്ത് വെച്ചിട്ടാണ് നമ്മൾ മുന്നേ ഇതെങ്ങനെയാണോ ഇതെങ്ങനെയായിരുന്നോ അതിൻ്റെ സ്റ്റേജ് അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോഴത്തെ പുതിയ സോഫ്റ്റ്വെയറോ അങ്ങനെയുള്ള ഒരു കാര്യമല്ല നമ്മൾ ഉദ്ദേശിച്ചല്ല നമ്മൾ ഈ ബേസിക് പഠിക്കാനിരിക്കേണ്ടത്. ഓക്കെ, അത് വീണ്ടും പറയുകയാണ്. ഇനി അടുത്തതാണ് നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യും, അതിൻ്റെ റെക്കോർഡ് ചെയ്യും. ഏതിൽ റെക്കോർഡ് ചെയ്യും, ഒറിജിനൽ എൻട്രി ജേർണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജേർണലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ലെഡ്ജറിലോട്ട് ഇത് ചെയ്യും. ലെഡ്ജറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അല്ലെ, ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ലെഡ്ജറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്, ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ലെഡ്ജർ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അൺഅഡ്ജസ്റ്റഡ് ബാലൻസ് ട്രയൽ ബാലൻസ് അല്ലെ, ഒരു എങ്ങനെയാണോ നമ്മൾ വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, ജസ്റ്റ് ജേർണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ട്രയൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം എടുക്കും. എന്നിട്ട് ട്രയൽ ബാലൻസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, അവിടേക്ക് അത് വെരിഫൈ ചെയ്യും. എന്തൊക്കെ ചെയ്യാനുണ്ട് അല്ലെ, നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ നിറയെ ചെയ്യാനുണ്ടാവും നേരത്ത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ ഒരു എന്താ പറയുക ഡ്രാഫ്റ്റ് എടുത്ത് നോക്കണം. ട്രയൽ ബാലൻസിന്റെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാത്ത ട്രയൽ ബാലൻസിന്റെ ഡ്രാഫ്റ്റ് ഫോം എടുത്ത് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് നോക്കി കഴിയുമ്പോഴേ നമുക്ക് എന്തൊക്കെയാണെന്നുള്ള നല്ല ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ അഡ്ജസ്റ്റഡ് എൻട്രീസ് ഒക്കെ ഇടും. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എടുക്കും. ഓക്കെ, അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, ക്ലോസിംഗ് ഓഫ് ബുക്സ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഡ്രാഫ്റ്റിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നിങ്ങൾ ഇത്രയും പറയുമ്പോൾ ഇതൊക്കെ ബേസിക്കലി ഇതൊക്കെ എന്തിനാ വെറുതെ കേൾക്കണം എന്ന് വിചാരിക്കേണ്ട. അത് ഞാനിവിടെ എഴുതി വെച്ചേക്കണല്ലോ. 2013 ചോദിച്ചിട്ടുണ്ട്, 2023 ചോദിച്ചിട്ടുണ്ട്. 2013 അല്ലേ എന്ന് പറഞ്ഞിരിക്കേണ്ട, 2023 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേജ് ഓഫ് അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്, സ്റ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇത് സിമ്പിൾ ആണ്. ജസ്റ്റ് വെറുതെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മാർക്ക് കളയാനായിട്ട് നിൽക്കണ്ട. ജസ്റ്റ് ഈ വീഡിയോ എങ്കിലും ഒരു 2 പ്രാവശ്യം ഒന്ന് കണ്ടിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, കണ്ടാൽ മതി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, നമുക്കത് ഓർമ്മയിലും ഉണ്ടാവും. ഒന്ന് കണ്ടാൽ മതി. ഇനി ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയും. ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ട്സ് in the general ledger. Each accounts accompanied by the reference number. അതായത് ഇത് ഇങ്ങനെ വായിക്കണമെങ്കിൽ നല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരുവിധം മീഡിയം ടൈപ്പ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അസറ്റുകൾ എന്താണ് എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റുമോ ആർക്കില്ല. അല്ല, നമ്മൾ ആവശ്യം വേണ്ട അസറ്റുകളെ മാത്രമേ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ വാങ്ങിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റേജിലും നമുക്ക് അതിനുള്ള റിസർവ് ഉണ്ടാക്കി വെച്ച് കുറച്ചായിട്ട് വാങ്ങിക്കുക ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ അസറ്റൊക്കെ കൂടി നമുക്ക് ഒരേ നമ്പറിൽ, ഓരോ സീരിയൽ നമ്പറിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം, ഒരേ ഇതായിട്ട് ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതിനായി നമ്മളൊരു നമ്പർ ഇട്ട് നോക്കും. ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം 10000 അല്ലെങ്കിൽ എന്താണ് 1000000 എന്ന് പറഞ്ഞിട്ടൊരു 1, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2 1000002 10003. അത് കഴിഞ്ഞിട്ട് അസറ്റ് ഉള്ളവരേക്ക് ഒരു 7 8 9 10 എന്നുള്ളവരെ ഇടും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നമ്പർ വിട്ടേക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു അസറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതപ്പോ എന്താണ് ഈ ഓർഡറിൽ വരാതിരിക്കരുത്. അല്ലെ, അത് വേറൊരു ഓർഡറിലോട്ട് പോകരുത്. ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ആ സ്പേസ് വിടണം. ആ നമ്പർ എഴുതി ആ സ്പേസ് വിടും. അപ്പൊ അസറ്റിന് മാത്രമാണോ എങ്ങനെ ചെയ്യണം, അസറ്റിന് മാത്രമല്ല എല്ലാ തരം ട്രാൻസാക്ഷൻസിനും ഇതേ ഒരു നമ്പർ ഇടണം. അതിനാണ് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ കിട്ടണ്ടേ നമുക്ക്. ആ മെറ്റീരിയൽ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ടിപ്പിക്കലി ഇൻക്ലൂഡ് ദ ഫോളോയിങ് അക്കൗണ്ട്സ് കാറ്റഗറി. ഏതൊക്കെയാണ്? അസറ്റ്സ് അക്കൗണ്ട്, ലയബിലിറ്റി അക്കൗണ്ട്, റവന്യൂ അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട്. ഇതിനൊക്കെയാണ് നമുക്ക് നോർമലി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിന് മാത്രമാണെന്ന് വെച്ചാൽ ഇതിന് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫേമിന് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന എല്ലാത്തിനും വരും. ഓക്കെ, അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇത് എപ്പോഴും അറിയാലോ, എപ്പോഴും ഏതെങ്കിലും വൺ വേർഡിലൊക്കെ ചോദിക്കുന്നത്. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ഹൗ ദ three important components of accounting are associated with each other. That is, എന്തൊക്കെയാണ്? അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി. അസറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി. അതെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ പറയും, പക്ഷേ ജസ്റ്റ് ഇതാണ് അല്ലെ. അസറ്റ് ഈസ് ഈക്വൽ ടു ബേസ് എന്താണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷേ നിങ്ങൾ എന്താണ് ഇത് കേൾക്കാതെ പോകരുത്. നമ്മൾ എത്ര പേര് മെറ്റീരിയൽ ഇത് വായിക്കാനായിട്ട് മെനക്കെടും എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് ജസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് ആക്കി ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, ഉപകാരമാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.